ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് അങ്ങനെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെയൊക്കെ എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. നമുക്ക് എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ച് കളിച്ചു നോക്കാം മച്ചന്മാരെ. ഓൾറെഡി ഗൈസ് എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടാനുണ്ട് നമ്മൾ ലാപ്പ് തീരണമെങ്കിൽ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഗൈസ് ലൈറ്റിൻ്റെ എന്തോ പ്രശ്നമുണ്ട്. ഓൾറെഡി നല്ല മഴ മോഡലും കാര്യങ്ങളായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ട് എന്താ പറയുക, നിങ്ങൾ ആരും എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഡിവിഷൻ മാച്ചിൽ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ കക്കയുണ്ട് ഓൾറെഡി ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ ഗ്രീസ്മനെയൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് സാബി ഉണ്ട് ഗൈസ്. അപ്പം സാബി ഉണ്ട്, നമ്മുടെ CMF ആണ് സാബിനെ നമ്മുടെ ഓപ്പോണന്റ് ഇട്ടിരിക്കുന്നത്. 4-2-1-3 ആണ്. സ്കോഡ് വലിയ കുഴപ്പമില്ല ഗൈസ്, കുറച്ച് പോൾവേ സ്കോഡ് സ്റ്റാൻഡേർഡ് കാർഡൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കക്കേൻ്റെ കണ്ടില്ല ഗൈസ്, ഇതാണ് പരിപാടി. ഇപ്പം നോക്കുക ഗൈസ്, കക്കയുടെ കാർഡ് ഇവർ പവർ കുറച്ചു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് അവർ കമൻറ്റ് ചെയ്യുക. കാരണം എല്ലാവരും എനിക്ക് തോന്നുന്നു ഗൈസ് കുറേ പേര് നമ്മുടെ ഫോർലാൻ എടുത്തവരുണ്ട്, പിന്നെ കന്നവരൻ എടുത്തവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒലിവർഗാൻ എടുത്തവരുണ്ട്. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഗോളീന് എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എടുത്തവരെങ്ങനെ ഉണ്ടെന്ന്. ഗോളിയൊക്കെ ആണെങ്കിലും ഓൾറെഡി കസ്ലിയാസും കിട്ടിയത്. അപ്പം ഫസ്റ്റ് നമ്മൾ ടച്ചാണ് സാബി അലോൺസോ ടു കോസ്റ്റേട്ട ഗൈസ്. ഇതിലൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്, നമ്മുടെ ടീമിൽ ഒരു സാബി അലോൺസോ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കി ഏത് കാർഡാണ് പവർഫുൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തായിരുന്നു, നമ്മുടെ സുരേൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വേണം. അയ്യോടാ കയ്യിൽ നിന്ന് പോയി റൊണാൾഡോ. അപ്പോൾ സുരയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൂടിയാണ് നമുക്ക്. നമ്മുടെ CF ആയിട്ട് നമ്മുടെ സുവാരസിനാണ് ഞാൻ ഇറക്കി. ബ്ലിറ്റ്സ് ആയിരിക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, അപ്പം മാനുവൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ഒലിവർഗാൻ എടുത്തിട്ട് എനിക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നമുക്ക് റെഡിയാക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ സുവാരസ്, വേറെ ഏതോ പ്ലെയർ കിമ്മിച്ച്, ഓക്കെ റൊണാൾഡീനിയോ. ഗൈസ് റൊണാൾഡീനിയോ ഒരു കിട്ടിയിട്ടുണ്ട്. മറഡോണ ഗൈസ്. നമ്മൾ ഇപ്രാവശ്യം മറഡോണനെ ഫസ്റ്റ് കൊനാറ്റേൻ്റെ തട്ടി അല്ലേ ഗൈസ്, അത് നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ. കാരണം കറക്റ്റ് നമ്മുടെ മെസ്സിക്ക് കിട്ടും, പിന്നെ മെസ്സിന്ന് പാസ് ഇട്ടാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ മെസ്സി ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കഫു, മറഡോണ ടു സാബിൻ അടിച്ചു. ഇതെന്താ ഇങ്ങനെ കളിക്കുന്നത്? ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ സുവാരസ് ടു നമ്മുടെ നെയ്മർ. ഓക്കെ വാൻഡീജ് ഉണ്ട് ഗൈസ് അവിടെ. ഓക്കെ ബാക്കോട്ട് മെസ്സി കോസ്റ്റേട്ട. മെസ്സി വീണ്ടും എടുത്തിട്ടുണ്ട്. മെസ്സിയുടെ ഒരു പാസ് ഓക്കെ എടുത്തിട്ടുണ്ട്. ടോണി ആഡംസ് റൊണാൾഡോയിലേക്കുള്ള പാസ്സാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് റൊണാൾഡോ മെസ്സി കോംബോയാണ് ഓപ്പോണന്റ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കളിച്ചാൽ ശരിയാവില്ല. റൊണാൾഡീനിയോ ഗൈസ് കുറച്ച് ദിവസമായി നമ്മൾ ഡിവിഷൻ മാച്ച് കളിച്ചില്ല, അപ്പോൾ മിസ്പാസുകൾ വരുന്നുണ്ടെന്ന് ഡൗട്ടുണ്ട്. ഓക്കെ അടുത്ത ഷോട്ട്. എടാ ഇപ്പം പണി കിട്ടിയാണ് ഗൈസ്. നമ്മുടെ ഗോളി നോക്കി നിന്നത് മച്ചാൻ. എനിക്ക് ഒന്ന് ഗോളിക്ക് അറിയായിരുന്നു, പക്ഷെ ഓൾറെഡി പോസ്റ്റ് കിട്ടി കേട്ടോ. ഞാൻ വിചാരിച്ചു പുറത്തേക്ക് അടിച്ച് കളഞ്ഞു ഒന്ന്. സ്കിമ്മിച്ച് റൊണാൾഡീനിയോ ഓക്കെ എടുത്തിട്ടുണ്ട്. കഫു, ബെല്ലിംഗം, സാബി അലോൺസോ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടോണി ആഡംസ്, ബെല്ലിംഗം. പാസ് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു നോക്കുകയാണെങ്കിൽ ഗൈസ് റൊണാൾഡോ ഗൈസ് ഇവർക്ക് നല്ലൊരു ചാൻസുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അടിച്ച് പുറത്തേക്ക് കിട്ടും ഗൈസ്. അപ്പം ഇപ്പം കിട്ടിയത് ഓൾറെഡി നല്ല ചാൻസാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓപ്പോണന്റ് നമ്മളും കൂടെ വരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന അടിയിൽ അടിക്കുകയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് എനിക്കൊന്ന് സാബിയുടെ ആ ഒരു പോസ്റ്റ് അടി കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു ഇപ്പോഴത്തെ നിലവിലുള്ള കാർഡാന്ന് തോന്നുന്നു. കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളാരും എടുത്താൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അങ്ങനെ 2 എപ്പിക് ഓൾറെഡി നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡെനിൽസനെ കിട്ടി. അപ്പം ചിലർക്കൊക്കെ നന്നായിട്ടും കിട്ടിയിട്ടുണ്ട്. കാരണം അതായത് ഫോർലാനും കിട്ടി, കന്നവേരെ കിട്ടി, അങ്ങനെ വന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ വേറെ പാക്ക് ഉണ്ടായിരുന്നല്ലോ, ബിഗ് ടൈം പാക്ക് നല്ലൊരു ചാൻസ് കിട്ടി. സുവാരസ് കൊനാറ്റ് വീഴ്ത്തി. അപ്പോൾ ബിഗ് ടൈം പാക്കിലും ഇതുപോലെ 6-7 അടിച്ചവരൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ എനിക്കതിൽ 1-2 അങ്ങനെ അടിച്ചുള്ളൂ ഗൈസ്. അപ്പോൾ റൊണാൾഡീനിയോ ഓക്കെ, സാബി അലോൺസോ ടു മറഡോണ ഗൈസ്. 2 കാർഡ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഇതിലുള്ള കാർഡാണ് ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ കൊനാറ്റെ എന്ന് പറഞ്ഞ കാർഡ് കുറച്ച് സീനാണല്ലോ മച്ചാ. ഇത് ഓൾറെഡി നമ്മുടെ ഡ്രോപ്പേൻ്റെ അതിനകത്ത് കിടക്കുന്ന കാർഡാണ്. ഓക്കെ നെയ്മർ ടു സുവാരസ് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ. ഇത് കണ്ടോ, ഈ കാർഡ് കുറച്ച് പ്രശ്നമാണ് ഗൈസ്. നോക്കി നോക്കാം. നമുക്ക് ബെല്ലിംഗം ടു സാബി വീണ്ടും 2 സാബി ഗൈസ്. 2 സാബി ഒരേ സാബി ടു സാബി ഗൈസ്. അപ്പം മെസ്സി, റൊണാൾഡോ ഓക്കെ സാബി അലോൺസോ ഗൈസ്. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഹാഫ് ടൈമിന് ശേഷം വേണം നമുക്ക് അടിക്കാൻ. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ അവരാണ് 3 ഷോട്ട് അടിച്ചേക്കുന്നത്. അപ്പോൾ ഗെയിം പ്ലാൻ നമുക്ക് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ചെറുതായിട്ട് മാറ്റം കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രീസ്മാനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റൊണാൾഡോനെ അവർ മാറ്റി എംബാപ്പെ ഇറക്കി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവും. അപ്പം കാലഫോയോറി, കിമ്മിച്ച്, റൊണാൾഡിയോനൊക്കെ എടുത്തിട്ടുണ്ട്. ബെല്ലിംഗം ഓക്കെ അടിച്ച് കളിക്കുക. ഇനി ഓക്കെ സുവാരസ് ഓക്കെ സുവാരസ് നോക്കി കളിക്കുക. സുവാരസ് ടു ഫസ്റ്റ് ഹാഫിന് പോലെ ബെല്ലിംഗം, സാബി അലോൺസോ
ബെല്ലിംഗം ടു വീണ്ടും ബാക്കോട്ട് സാബി ടു മറഡോണ, മെസ്സി, സുവാരസ്. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടും. നെയ്മർ, ഓക്കെ, സുവാരസ് അടിക്കാം. ഓക്കെ, ഇതപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഗോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി സ്റ്റാറ്റസ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല സ്റ്റാറ്റസ് അല്ല, നമ്മുടെ തമ്പനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾ സെലിബ്രേഷൻ കൊടുത്തത്. ഇപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ നല്ലൊരു പാസ്സായിരുന്നു, കാരണം കറക്റ്റ് ടൈമിൽ പാസ് ഇട്ടുകൊണ്ട് കറക്റ്റ് ടൈമിൽ എല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് സബ് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്തായാലും ഗോളീന് എടുക്കണമെന്നുണ്ട്. കെന്നവരെ CB ഒരു റിവ്യൂ അടിക്കണമെന്നുണ്ട്. എന്തായാലും നമുക്ക് കിട്ടുകയും നമ്മൾ ഉറപ്പായിട്ട് സെറ്റാക്കും. ഹോസ്റ്റായിട്ട് ടോണി ആഡംസ്, കഫു ടു ബെല്ലിംഗം ഗൈസ്. ബെല്ലിംഗം ടു നമ്മുടെ മറഡോണ ടു ഗൈസ്. ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെസ്സി പാസ് ഇട്ട് കളിക്കാം. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല. നമ്മുടെ സാബി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇത്തിരി പവർ ഉണ്ട് പുതിയ വന്ന കാർഡിന് ഗൈസ്. കിട്ടിയിട്ടുണ്ട് സുവാരസ് ടു നേരത്തെ പോലെ തന്നെ പാസ് കൊടുത്തിട്ടുണ്ട് മറഡോണ. ഗൈസ് കിട്ടിയിട്ടുണ്ട് സുവാരസ് വീണ്ടും മെസ്സിയിലേക്ക്. അവിടെ ക്യാൻഡി അടിച്ചു കഴിഞ്ഞു, അല്ല ക്യാൻഡി അല്ല, റൊണാറ്റോ എന്ന് പറഞ്ഞ പ്ലെയർ ഗൈസ്. മറഡോണ ടു വീണ്ടും ബാക്കോട്ട് സാബി ടു ബെല്ലിംഗം. ഓക്കെ, ബാക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. വീണ്ടും ബെല്ലിംഗം ടു, അയ്യോ അറിയാണ്ട് കൊടുത്തത് മച്ചാമാരെ. ഇവിടെ വീണ്ടും എംബാപ്പെ ഗൈസ്. ഓൾറെഡി നമ്മുടെ ഓപ്പോണന്റ് സ്ക്വാഡ് ശേഷം, അതായത് ചെറിയ സ്ക്വാഡാണ് പക്ഷെ പറയാൻ പറ്റില്ല, കാരണം അതുകൊണ്ട് നല്ലൊരു ഷോട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീണ്ടും കറക്റ്റ് ടൈമിൽ ഗൈസ് എന്തായാലും റൊണാൾഡിനെ ഒന്ന് അടിക്കാൻ നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അടി കിട്ടിയാൽ എന്തായാലും മച്ചാമാരെ. ഓൾറെഡി നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മാനുവലിയറാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വേറൊരു ഗോളി എടുക്കണമെന്നുണ്ട് എന്തായാലും ഒലിവർക്കാർ. പക്ഷേ ഈ ഒരു ഗോളി അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ തന്നെ വെച്ചേക്കുന്നത്. മറഡോണ ടു വീണ്ടും നമ്മുടെ സാബി അലോൺസോ ടു ബാക്കോട്ട് ടു ബെക്കംബറ എംബാപ്പെ ഗൈസ്. ഓക്കെ, കോസ്റ്റേറ്റ് എടുത്തു. കോസ്റ്റേറ്റ് ടു സാബി ടു മറഡോണ ടു സുവാരസ് ടു നമ്മുടെ മെസ്സിയിലേക്ക് ഗൈസ്. നല്ലൊരു ചാൻസ് ഇട്ടിട്ട് മെസ്സിൻ്റെ അവിടെ നിന്ന് ഒരു ബ്ലിറ്റ്സ് അടിക്കുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. കിട്ടും. എടാ വാൻഡേജ് അറ്റാക്ക് ചെയ്തു, അല്ലേ നല്ലൊരു ചാൻസ് കിട്ടിയായിരുന്നു ഗൈസ്. ബെക്കംബർ, ഓക്കെ, സാബി ടു ബാക്കോട്ട്, കോസ്റ്റേറ്റ് ടു വീണ്ടും സാബി അലോൺസോ, ബെല്ലിംഗം, ഓക്കെ, സുവാരസ് ഗൈസ്. അപ്പം വീണ്ടും ഒരു ചാൻസ് ഇട്ടിട്ടുണ്ട് സുവാരസ്. ഇത് നമുക്ക് അടിക്കണം. ഈ ചാൻസ് നല്ല അടിയാട്ടോ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ മച്ചാൻ വരും. അപ്പോൾ എന്തായാലും നമ്മൾ 2 ഗോളും അടിച്ചു. അപ്പോൾ എന്തോ ഒരു സംഭവം നമുക്ക് GP എന്തോ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് മച്ചാൻ വരും. ഓൾറെഡി സെലക്ഷൻ കോൺട്രാക്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഓപ്പോണന്റ് പോയോ? ഇല്ല ഗൈസ്, ഇല്ല, നെറ്റിൻ്റെ ചെറിയ എന്തോ പ്രശ്നം വന്നാൽ. അപ്പോൾ മച്ചാൻ വരും ഓൾറെഡി നമുക്ക് 2 ഗോളിന് അടിച്ചോട്ടെ. ഞാൻ ഗ്രീസ്മാനെ ഇറക്കി കിമ്മിച്ചിട്ട് നമുക്ക് വീണ്ടും നോക്കി വെക്കാം നമ്മുടെ സാബി അലോൺസോ ഗൈസ്. അപ്പോൾ വാൻഡേജിക്ക് എടുക്കണോ മെസ്സി, ബെക്കംബർ, ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ബെക്കംബർ ടു കോസ്റ്റേറ്റ ടു നമ്മുടെ ഇത് മിസ് പാസ് ആക്കരുത് അർണോൾഡ് ഗൈസ്. അപ്പോൾ ഓപ്പോണന്റ് ഇപ്പോൾ കുറച്ചുകൂടെ കളിച്ച് കയറാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ എടുത്തിട്ടുണ്ട് ബെക്കംബർ ടു. എടാ മെസ്സി അവിടെ ഫ്രീ ആയിരുന്നല്ലോ. കിമ്മിച്ച്, എടാ നല്ലൊരു ഷോട്ട് ഗൈസ്. അപ്പം ഗൈസ് ഓരോ പ്രാവശ്യം മാനുവൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാനുവൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ ഒരു കാർഡ്. അപ്പം എനിക്ക് തോന്നുന്നു ഒലിവർക്കാരൻ എടുത്താലും നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ വേറെ ഗോളിയൊന്നുമില്ല, പിന്നെ ഒച്ചാവയൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഗോളിയുള്ളവർ കമൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഡിയോ കോസ്റ്റൊക്കെ ഉള്ളവർ ഒലിവർക്കാരൻ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതേപോലെയാണ് ഇപ്പം എൻ്റെയും. അപ്പോൾ എനിക്ക് തോന്നുന്നു CB സ്ട്രോങ് ആക്കണം. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ്. ഇത് വല്ലാത്തൊരു ഇതായി ഇപ്രാവശ്യം വന്നതിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ അടിച്ചു പോയി കേട്ടോ. ആരും എടുക്കണ്ട ഗൈസ്. നല്ലൊരു ചാൻസ് ആയിരുന്നു. സാബി ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗം ടു നമ്മുടെ മറഡോണ ടു സുവാരസ് ടു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എടാ അയ്യോ പാസ് കൊടുത്തത് ശരിയായില്ല. അർണോൾഡ് സീസർ കട്ട് ഗൈസ്. ബെയിലിനൊക്കെ എടുത്തൊരു കമൻറ്റ് ചെയ്യട്ടോ. കുറേ പേര് ബെയിലിനൊക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു മച്ചാൻ. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ഗോളുകൾ അടിച്ചു. അപ്പോൾ എന്തായാലും നല്ലൊരു ഓപ്പണൻ്റ് ആയിരുന്നു, കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മൾ ഗൈസ് ആ ഒരു ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് 7 മത്സരം വിൻ ചെയ്തപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് 15 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ എടുത്ത പാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.